ഈ നിമിഷം നമ്മൾ തള്ളിപ്പറയേണ്ടത് എമ്പുരാൻ എന്ന സിനിമയല്ല, മറിച്ച് ഓർഗനൈസറിൻ്റെ ലേഖനത്തെയാണ്. എല്ലാ ശക്തി ഉപയോഗിച്ച് രാജ്യത്തെ കേരളത്തിലെ ജനാധിപത്യ ശക്തികളാകെ, മതനിരപേക്ഷ ശക്തികളാകെ ഓർഗനൈസറിൻ്റെ ലേഖനത്തിനും സംഘപരിവാറിൻ്റെ വിദ്വേഷ പ്രചരണത്തിനുമെതിരെ അണിനിരക്കേണ്ട ഘട്ടമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു കാര്യം കൂടി ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്, RSSനെയും സംഘപരിവാറിനെ ആകെയും അസ്വസ്ഥപ്പെടുത്തിയത് ഗുജറാത്ത് വംശഹത്യയെ വീണ്ടും ആ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നു എന്നതാണ്. 2002 ഗുജറാത്ത് വംശഹത്യ എന്നത് യാഥാർത്ഥ്യമാണ്, അതൊരു റിയാലിറ്റിയാണ്. ആ ചരിത്ര യാഥാർത്ഥ്യത്തെ അവർ മാച്ചുകളയാൻ ശ്രമിക്കുകയാണ്, അതിനെ വീണ്ടും ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഇത് മാത്രമല്ല, ഇതിനു മുമ്പും ഗുജറാത്ത് വംശഹത്യയെ ഏതെങ്കിലും വിഷ്വലൈസ് ചെയ്യാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ, അത് എഴുത്തിലാകട്ടെ, അത് സിനിമയിലാകട്ടെ, അത് വീണ്ടും റിക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള എല്ലാവരും ഇതുപോലെ സംഘപരിവാറിൻ്റെ കല്ലേറും വേട്ടയാടലിനും വിധേയമായിട്ടുണ്ട്. അതാണ് ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എമ്പുരാൻ സിനിമയുടെ ആദ്യ ഭാഗത്ത് കാണിക്കുന്ന ഗുജറാത്ത് വംശഹത്യയെ പരാമർശിക്കുന്ന 2002 ഇൻസിഡൻസ് ആ സിനിമ എൻ്റെ അഭിപ്രായത്തിൽ എത്ര ലഘുവായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ സിനിമയിൽ കണ്ടതിനേക്കാൾ വലിയ യാഥാർത്ഥ്യങ്ങളല്ലേ അവിടെ നടന്നത്. അപ്പോൾ ഇന്നത്തെ തലമുറ, പുതിയ സമൂഹം വളരെ ഒരു ജനപ്രിയമായ ഒരു സിനിമയുടെ ഒരു ഭാഗത്ത്, ഒരു പർട്ടിക്കുലറായൊരു ഭാഗത്ത് മാത്രം ഒരു ചെറിയ പോർഷനിൽ ഗുജറാത്ത് വംശഹത്യയെ റീക്രിയേറ്റ് ചെയ്യുന്നു. അതും അതിൻ്റെ ആഴത്തിലൊന്നും അത് അനുഭവപ്പെടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. വായിച്ചറിഞ്ഞതിൽ വെച്ച് അന്നത്തെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ, അന്നത്തെ ലിറ്ററേച്ചറുകളിലൂടെ വായനയിലൂടെ ഒക്കെ കടന്നുപോയ ഒരാളെന്ന നിലയിൽ നമുക്ക് ഏവർക്കും അത് കാണാൻ കഴിയും. പക്ഷേ എന്നിട്ട് പോലും അതിനോട് അസഹിഷ്ണുത കാണിക്കുന്നത് ചരിത്രത്തെ അവർ ഭയപ്പെടുന്നത് കൊണ്ടാണ്. അങ്ങനെ അവർ ഭയപ്പെട്ടത് കൊണ്ടും ഭീഷണിപ്പെടുത്തത് കൊണ്ടും നാളെ ഏതെങ്കിലും ഒരു കലാകാരനോ ഏതെങ്കിലും ഒരു ആവിഷ്കാരത്തിലേക്ക് കടന്നു വരുന്ന ഒരാളോ അങ്ങനെ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കൽ നിന്ന് പിന്നോട്ട് പോകാൻ പാടില്ല. ഇങ്ങനെ ഇവർ പേടിപ്പിക്കുന്നത് കൊണ്ടാണ്, ഭയപ്പെടുത്തിയിട്ട് അവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ നാളെ ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ച് ആരെങ്കിലും ഇനി പറയാൻ തുടങ്ങിയാൽ, ഒരു നോവലിൽ പരാമർശിക്കാൻ തുടങ്ങിയാൽ, ഒരു സിനിമയിൽ അത് പ്രതിപാദിക്കാൻ ശ്രമിച്ചാൽ അയ്യോ ഇത് കൈകൊള്ളും എന്നൊരു തോന്നലുളവാക്കുകയാണ്. അത് ശരിയല്ല. അത് ഇന്ത്യയിൽ ഒരിക്കലും ആവർത്തിച്ചുകൂടാനാകാത്ത ഏറ്റവും അപരിഷ്കൃതമായ ഒരു യാഥാർത്ഥ്യമായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ ഗുജറാത്തിൽ സംഭവിച്ചത്. അത് ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയിൽ സമാനതകളില്ലാത്ത സംഭവങ്ങളിലൊന്നാണ്. ഒരു കാരണവശാലും അതിനെ ആവർത്തിക്കാൻ പാടില്ല. അത് ഓർമ്മിപ്പിക്കുന്നത്, ഒരു ചലച്ചിത്രത്തിലൂടെ അത് ഓർമ്മിപ്പിക്കുന്നത് അത്തരം വിദ്വേഷകരമായ സാഹചര്യങ്ങൾ ഇനി ഉണ്ടാകുന്ന സന്ദേശമല്ലേ കൊടുക്കുന്നത്. അതിനെ ആ സ്പിരിറ്റിലെടുക്കാതെ ഇപ്പോഴും വംശഹത്യയെ ഉയർത്തിപ്പിടിക്കുകയാണ്. വംശഹത്യക്കെതിരെ ആരും പറയാൻ പാടില്ല, ഗുജറാത്തിനെ ആരും ഓർമ്മിപ്പിക്കാൻ പാടില്ല, ഗുജറാത്തിനെ തൊട്ട് കളിക്കരുത്, ഗുജറാത്തിന് കലാപത്തെ അല്ലെങ്കിൽ വംശഹത്യയെ ഇനി ആരും പരാമർശിക്കരുത് എന്നുള്ള ഭീഷണിയാണ് യഥാർത്ഥത്തിൽ ഓർഗനൈസറിൻ്റെ ലേഖനത്തിലും സംഘപരിവാറിൻ്റെ പൊതുവിലുള്ള ആക്രമണത്തിലും വ്യക്തമാകുന്നത്. അതുകൊണ്ട് തള്ളിക്കളയേണ്ടത് ഏതെങ്കിലും ഒരു സിനിമയല്ല, ഓർഗനൈസറിൻ്റെയും സംഘപരിവാറിൻ്റെയും വിദ്വേഷ പ്രചരണങ്ങളെയാണ് എന്നതാണ് എനിക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ചർച്ച നടന്നോട്ടെ, എത്ര വേണമെങ്കിലും നടന്നോട്ടെ, എല്ലാ വീടുകളിലും BJPയെ കുറിച്ച് ചർച്ച ചെയ്യില്ലെന്നാണ് ജോർജ് കുര്യൻ സഹമന്ത്രി പറയുന്നത്. അല്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഇത്. പല അഭിപ്രായങ്ങൾ അത് സംബന്ധിച്ച് കേട്ടു. ഇപ്പോൾ സിനിമയെന്ന നിലയിൽ കണ്ടാൽ മതി എന്നുള്ള അഭിപ്രായമൊക്കെ, രണ്ടഭിപ്രായം ഞാൻ BJP നേതൃത്വത്തിൽ നിന്ന് കേട്ടു. അതൊക്കെ സ്വാഭാവികമായി കണ്ടിരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കടന്നാക്രമണങ്ങളാകട്ടെ, രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാകട്ടെ, ഇറ്റ്സ് ഓക്കെ. പക്ഷേ അതൊക്കെ വരും. പക്ഷേ അതും കടന്ന് അതിൻ്റെ ഒരു ഔദ്യോഗിക സ്വഭാവത്തോടു കൂടി നരേഷൻ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ സിനിമയിൽ നിങ്ങളൊരാൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ സിനിമയിൽ ഇന്നലെ ഏത് സിനിമയിലും വിയോജിപ്പുള്ള ഭാഗങ്ങളുണ്ടാകാം. ഞാൻ കണ്ടല്ലോ, ഞാനിതിലെ സിനിമ കണ്ട ഒരാളാണ് കുടുംബസമേതം. ആ സിനിമ കണ്ടപ്പോൾ എനിക്കതിനോട് വിയോജിക്കാനുള്ള ഒരുപാട് സീക്വൻസുകൾ ആ സിനിമയിലുണ്ട്. അതിൻ്റെ പൊതു രാഷ്ട്രീയ ഉള്ളടക്കത്തിലും എനിക്ക് വിയോജിക്കാനുള്ള പല കാരണങ്ങളുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ ധാരണയിൽ നിന്നും മേക്കിങ്ങിൻ്റെ കാര്യത്തിലും പലതരത്തിൽ എനിക്കത് പറയാൻ കഴിയും. എന്നാൽ അതേസമയം പോസിറ്റീവായ മറ്റൊരുപാട് കാര്യങ്ങളുണ്ടാകും. യോജിപ്പുമെല്ലാം തന്നെ ഏതൊരു ആവിഷ്കാരത്തിലും ഉണ്ടാകും. പക്ഷേ അതിനെതിരെ ഇത്തരത്തിൽ വിദ്വേഷകരമായ പ്രചരണം നടത്തുകയാണ്. ഇപ്പോൾ ആത്യന്തികമായി സംഭവിക്കുന്നതാണ് ഒരു ഹിന്ദു മുസ്ലിം വേർതിരിവ് സൃഷ്ടിക്കുന്നത്. മുസ്ലിങ്ങളെ ഇങ്ങനെ ചിത്രീകരിക്കുന്ന സിനിമയുണ്ടാക്കുമ്പോൾ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഗുജറാത്ത് വംശഹത്യയുടെ ഉത്തരവാദികൾ ഹിന്ദുക്കളാണെന്ന് ആര് പറഞ്ഞു RSSനോട്? RSS ഇതിലൂടെ ശ്രമിക്കുന്നത് ഗുജറാത്ത് വംശഹത്യയുടെ ഉത്തരവാദികൾ ഹിന്ദുക്കളല്ല. ഗുജറാത്ത് വംശഹത്യയുടെ ഉത്തരവാദികൾ
സംഘപരിവാറാണ്. ആ സംഘപരിവാറിൻ്റെ ആലയിലാണ് ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളെന്ന് ആരാണ് RSSനെ പറഞ്ഞു പഠിപ്പിച്ചത്? ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഗുജറാത്ത് വംശഹത്യ പരാമർശിക്കുമ്പോഴോ ഗുജറാത്ത് വംശഹത്യയെ ചിത്രീകരിക്കുകയോ ചെയ്യുമ്പോൾ അത് ഇന്ത്യയിലെ ഹിന്ദു വിഭാഗത്തിന്, ഹിന്ദുക്കൾ അങ്ങനെയല്ല, ഹിന്ദു വിഭാഗം അങ്ങനെയാണോ? ഒരിക്കലുമല്ല. ആ സിനിമയിൽ തന്നെ അഭയം കൊടുക്കുന്ന ഒരു സ്ഥലം അതിനകത്ത് കാണിക്കുന്നുണ്ട്. അവരുടെ ഒരു 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 ഡയലോഗ് അതിനകത്ത് ഡെലിവറി ചെയ്യുന്നുണ്ട്. മകൻ വളർന്നു വരുമ്പോൾ മകനോട് പറയണം, മകനോട് ഇത് ഏതെങ്കിലും ഒരു മതമല്ല ഇതിന് ഉത്തരവാദി. തീർച്ചയായിട്ടുമല്ല. മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെയാണ് വർഗീയത എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിനെതിരല്ല ഇതൊന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഈ ബഹിഷ്കരണ ആഹ്വാനങ്ങൾ അതൊരു പരിധി വിട്ട രീതിയിലേക്കൊക്കെ വരികയാണെങ്കിൽ അതിനെങ്ങനെ DYFI പ്രതിരോധിക്കും? ഞാനിപ്പോൾ ഇത് ഒരു അവബോധം നിർമ്മിക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെ മാനസികാവസ്ഥ. ജനങ്ങൾ ഇത് ഒരു വശത്ത് RSS വിദ്വേഷം ജനിപ്പിക്കാൻ ശ്രമിക്കുന്നു. വിദ്വേഷം ഉണ്ടാകാതിരിക്കാൻ നമ്മളെല്ലാവരും ജാഗ്രതപ്പെടണം. അതാണ് പ്രധാനമായും വേണ്ടത്. രണ്ട്, പിന്നെ ഇവരേതെങ്കിലും ഒരു തരത്തിൽ ഇപ്പോൾ ഇവർ കാണാൻ പറഞ്ഞ സിനിമകൾ ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ കേരള സ്റ്റോറി എല്ലാവരും പോയി കാണണം എന്ന് പറഞ്ഞ് ഇവരുടെ നേതാക്കളൊക്കെ പോയി കണ്ടല്ലോ. ഡൽഹിയിൽ പ്രദർശിപ്പിച്ചിട്ട് മന്ത്രിമാർ പോയി കണ്ടില്ലേ കൂട്ടത്തോടെ? എന്നിട്ട് ജനമേറ്റെടുത്തോ? ഇല്ല, ജനമേറ്റെടുത്തിട്ടില്ല. ഇവർ കാണരുത് എന്ന് പറഞ്ഞാൽ ആളുകളെല്ലാം അയ്യോ കാണണ്ട എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കും? ഇല്ല. മഹാവിജയമാകാനുള്ള കാരണമായി ഒരു പക്ഷേ അത് മാറിയെന്ന് വിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അവരവരുടെ വഴിക്ക് നീങ്ങട്ടെ. കേരളത്തിനത് സ്വീകരിക്കാനുള്ളൊരു കെൽപ്പിപ്പോഴുമുണ്ട് എന്ന് തന്നെയാണ്